ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സെബിനാച്ചിന് ജോലിക്ക് പോകേണ്ട അവധിയാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അവധിയുള്ള ദിവസങ്ങളിലല്ലേ നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റും ഗൈസ്. അപ്പം ഇവിടെ പക്ഷെ ഒരാൾക്ക് അവധിയൊന്നുമില്ല, അവള് പിന്നെ നേരത്തെ എഴുന്നേക്കും. അപ്പം ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ട്, പഴം, പിന്നെ ചായ. അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം പഴം ഇല്ല, നമ്മളിനി കടയിൽ പോയി മേടിക്കണം. അപ്പം ഞാൻ വിചാരിച്ച് പാല് മേടിക്കാൻ പോകുന്ന കടയുടെ തൊട്ടപ്പുറത്തായിട്ടൊക്കെ പച്ചക്കറിക്കടയുണ്ട്. നമ്മുടെ തൊട്ട് വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ പച്ചക്കറിക്കടയുണ്ട്. അപ്പം ഇപ്പോൾ പാല് മേടിക്കാൻ പോകുന്ന സമയത്ത് പഴവും കൂടെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഥമൊക്കെ പൂട്ടി നമ്മൾ പുറത്തിറങ്ങി കടയിൽ വരെ പോവാണേ. അങ്ങനെ പുറത്തെ കാഴ്ചകൾ നിങ്ങൾ ഈ കാണുന്നത്. ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു, അതിൻ്റെ ലക്ഷണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ചേട്ടൻ ഒരു പട്ടിയെ കൊണ്ടുവന്നത് ഇച്ചിരി വെറൈറ്റി പട്ടിയായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി പട്ടികളെ കാണണമെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ വന്നാൽ മതി, ബാംഗ്ലൂരിൽ കാണാൻ പറ്റും. ഞാൻ കണ്ടതുകൊണ്ട് പറയുകയാണ്. അങ്ങനെ നമ്മൾ പാലടയിലൊക്കെ എത്തി പാലൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലോട്ടല്ല, നമ്മൾ പച്ചക്കറിക്കടയിലോട്ട് പോവുകയാണ്. ആ പാലടയുടെ തൊട്ട് ഓപ്പോസിറ്റ് പച്ചക്കറിക്കടയുണ്ട്. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് മേടിക്കണം, നമ്മൾ സ്ഥിരം മേടിക്കുന്ന കടയിൽ നിന്ന് അങ്ങ് മേടിക്കുക. നമ്മുടെ ഓപ്പോസിറ്റുള്ളൊരു പച്ചക്കറിക്കടയാണ്, അപ്പോൾ അവിടെ നിന്ന് അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ഒരു PG കെട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബിൽഡിങ്ങാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ വൈറ്റ് വാഷൊക്കെ അടിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുകയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഞങ്ങൾ പച്ചക്കറി കടയിലെത്തി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലാണ് ഇതേപോലെ റോബസ്റ്റിൻ്റെ പഴം, ഇങ്ങനെ നല്ല പഴുത്ത പഴങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ അത് മേടിച്ചു. കിലോ 45 രൂപയായി. അങ്ങനെ അത് മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നു. അതിനുശേഷം എന്താ പറയുക, നമ്മൾ പുട്ടിനുള്ള കാര്യങ്ങളങ്ങ് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ പുട്ട് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ചൂടുവെള്ളത്തിലാണ് പുട്ട് നനയ്ക്കുന്നത്, അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ തേങ്ങ ഞാനാണെങ്കിൽ ഓൾറെഡി തിരുമ്മി വെച്ചിട്ടാണ് പോയത് പാലൊക്കെ മേടിക്കാൻ പോയപ്പോൾ. അപ്പം വന്നിട്ട് പുട്ട് നനച്ചിട്ട് അതിനകത്തോട്ട് ഇട്ടും ജസ്റ്റ് ഒന്ന് എവിടെയാൽ മാത്രം മതിയല്ലോ. കുഞ്ഞുനെ ഞാൻ അവിടുത്തെ ഒരു കോർണറിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് ഇങ്ങനെ താഴെ ഇറങ്ങാൻ പോകുന്നുള്ള ഒരു ഇതൊക്കെ കാണിച്ചു. അപ്പം ഞാൻ അവളെ ആണെങ്കിൽ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വീഴല്ലേ അവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് 2-3 ഡപ്പയൊക്കെ ഇട്ട് കൊടുത്ത് ആളങ്ങ് സമാധാനിക്കും. അങ്ങനെ ആൾക്ക് 2 ഡപ്പയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ അവളെ ഇങ്ങനെ അവിടെ ഒതുക്കി അങ്ങ് ഇരുത്തി. അവള് സ്ഥിരം എന്താ പറയുക, രാവിലെയൊക്കെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, നല്ല റോബസ്റ്റ് പഴമായിരുന്നു, നല്ല പഴുത്ത പഴമായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവൾക്കാണെങ്കിലും, അവൾ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, എങ്കിലും ഞാൻ അവൾക്ക് ഇച്ചിരിയായിട്ട് കൊടുത്തു. പക്ഷെ അവളൊരു കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അതിനുശേഷം എന്താ പറയുക, ഞാൻ അവളെ എടുത്തുകൊണ്ടാണ് ഈ തേങ്ങ, നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് തേങ്ങ ബാക്കിയുണ്ടായിരുന്നു, ഞാൻ അത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. ഇതെന്ന് പറയുന്നത് പിന്നെ റാഗിക്കുള്ള പരിപാടീസാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടി വറുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇതേപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ അത് ഈ റാഗി ആക്കാൻ അതിനകത്തോട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി ഒന്ന് കൊടുക്കുമ്പോഴാണെങ്കിൽ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കേട്ടോ, നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ എന്താ പറയുക, നമ്മൾ പുട്ടിനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു വശത്ത്. പിന്നെ മറുവശത്ത് നമ്മൾ എന്താ പറയുക, ഞാൻ വിചാരിച്ചു ചായ എങ്ങിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായക്കുള്ള പരിപാടീസാണ് നടക്കുന്നത്. ഞാൻ പുട്ടിന് ചൂടുവെള്ളം വേണമായിരുന്നല്ലോ, അപ്പം ഞാൻ ചൂടുവെള്ളം ഇതിനകത്തായിരുന്നു ആക്കിയത്. അതുകൊണ്ട് ഞാനൊന്ന് കഴുകിയിട്ട് എന്താ പറയുക ചായ ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്ഥിരമാക്കുന്ന ചായയാണ് ആക്കുന്നത്, ഇഞ്ചി ചായ. അപ്പോൾ സെവിനാച്ച എൻ്റെ അടുത്ത് എപ്പോഴും പറയും, നീ തന്നെ എത്ര വട്ടം വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരു ചായ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ 100 വട്ടം നീ എടുത്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ പിന്നെ എന്താ പറയുക, തമാശയ്ക്ക് പറയുന്ന കേട്ടോ. അങ്ങനെ പിന്നെ ചായയൊക്കെ ഇങ്ങനെ ഒരു വശത്തുകൂടി ആവുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ പിന്നെ പുട്ടും കൂടി അങ്ങ് പുഴുങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിനുള്ള പരിപാടികളും ചെയ്യുന്നുണ്ട്. കുഞ്ഞു ആണെങ്കിൽ ഒരു വശത്തൂടെ ഡപ്പയൊക്കെ ഇട്ടിങ്ങനെ പറക്കി എന്തൊക്കെയോ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവൾ. അങ്ങനെ ഓരോ പരിപാടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സെബിനാച്ചൻ ഉറങ്ങുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേൽക്കണമല്ലോ. അപ്പം ഇങ്ങനെയുള്ള അവധി ദിവസങ്ങളിലല്ലേ കുറച്ചും കൂടി സമയം ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം പോയി അങ്ങ് വിളിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ സെബിനാച്ച ഉറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിക്കണം. അങ്ങനെ അതിന് ശേഷം നമ്മൾ പുട്ടിനുള്ള പരിപാടികളും ചെയ്യുന്നുണ്ട്. പിന്നെ ചായ റെഡിയായി കേട്ടോ. അപ്പം ഇങ്ങനെ ചായയൊക്കെ ഇങ്ങനെ ആറ്റി പിന്നെ സെബിനാച്ചൻ്റെ എന്തെങ്കിലും കപ്പുകളൊക്കെ എടുത്തിട്ട് ഒന്ന് കഴുകി, എന്ത് സാധനമായാലും കഴുകി വെച്ചാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ. അങ്ങനെ കഴുകിയൊക്കെ എടുത്ത് അങ്ങനെ ചായയൊക്കെ അതിനകത്തോട്ടൊക്കെ ഒഴിച്ചിങ്ങനെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോഴേക്കും രണ്ടാമത്തെ കുറ്റി പുട്ടും റെഡി ആയിട്ട്. എനിക്ക് ഈ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഈ പുട്ടെന്നല്ല, എല്ലാ പുട്ടും ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു ചിരട്ടപ്പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
മൊത്തത്തിൽ കഴിക്കത്തില്ല, കുറച്ച് ബാക്കി വെക്കും. എങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിയും, അല്ലെങ്കിൽ കുറച്ച് ബാക്കി വെക്കും കേട്ടോ. പിന്നെ നമ്മൾ കുറേ ദിവസമായി പഴമായിട്ടിങ്ങനെ ഞെവിടി തിന്നിട്ട്. നമ്മൾ എപ്പോഴും ഇതേപോലെ ഇച്ചിരി പഞ്ചസാരോ അല്ലെങ്കിൽ പയറ് പിന്നെ കടലക്കറി അതുമൊക്കെ കൂട്ടിയാണ് കുറേ ദിവസങ്ങളിങ്ങനെ കഴിക്കുന്നത്. പക്ഷെ പഴം കൂട്ടി ഇപ്പോൾ കുറേ ദിവസമായി കഴിച്ചിട്ട്. അങ്ങനെ സെബിനാച്ചനൊക്കെ കൊടുത്ത് ഞാനും ഒരു ഉച്ചയൊക്കെ എടുത്ത് ഇത്രയും കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ ഒത്തിരി ഞെവിടുന്നുണ്ടാട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനെ നല്ല പഴുത്ത പഴം കൂടി ആയതുകൊണ്ട് നല്ലതായിട്ട് ഇങ്ങനെ ഞെവിടി എടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നല്ല ചൂടും ഉണ്ടായിരുന്നു. അയ്യോ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ ഞെവിടി ഇങ്ങനെ ഒരു ഉണ്ട അങ്ങ് എടുത്താട്ടോ. അങ്ങനെ ഞാൻ ഒരു ഉരുള എടുത്തങ്ങ് വായിലോട്ട് വെച്ച്, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നമ്മൾ TV-യിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതൊക്കെ കണ്ട് ഇരുന്നങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിനെ ഞാൻ കുറച്ച് നേരം ഈ അക്വേറിയം നമ്മൾ ഈ ടേബിളിലല്ലേ വെച്ചേക്കുന്നത്, അപ്പോൾ അതിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടോട്ട് അവളെ കയറ്റി ഇരുത്തിയേക്കാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലിരിക്കുന്നത്. പിന്നെ ഈ മീനെയൊക്കെ നോക്കി അതിനൊക്കെ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് ഗ്ലാസ്സിലൊക്കെ തൊട്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ ആണെങ്കിൽ സെബിന ചേച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്ന്, അപ്പം നമുക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ തന്ന്. അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. എന്താണ്ട് ഇത് ഞങ്ങൾ ഇന്നലെ പൊട്ടിച്ച് ഇത്രയാക്കി. മൊത്തം എന്താ ഇത്രയും ഉണ്ടായിരുന്നു, ഇത്രയും ഞങ്ങൾ തിന്ന് തീർത്ത് ഇത്രയാക്കി കേട്ടോ. ഞാൻ ഒരു ഡബ്ബ അവൾ കൊണ്ടുപോയി. പിന്നെ ഇതൊരു സ്വീറ്റ്സ്, ഒരു ഹിന്ദിക്കാരായതുകൊണ്ട് സ്വീറ്റ്സിനൊന്നും ഭംഗമില്ല കണ്ട. ഇതൊരു സ്വീറ്റ്സ്, ഇതെനിക്ക് തോന്നുന്നു മറ്റേ ഒരു ചെറി ഉണ്ടല്ലോ കറുത്തിരിക്കുന്നത്, ആ സംഭവം ഇത്. പിന്നെ ഒരു സ്വീറ്റ്സ് കൂടെ ഉണ്ട്, ഇതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്നത്, ഇതിനകത്ത് എന്തുവെന്നറിയാവോ? ഞാൻ കാണിച്ചു തരാം, കടിച്ചിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റുള്ള സംഭവമാണ് ഇത്. ഇതിൻ്റെ അകത്ത് മറ്റേ രസഗുള ഇല്ല, അതാണ്. ഇന്നലെ ആണെങ്കിൽ മീൻകാര ചേട്ടൻ വന്നായിരുന്നു. നമുക്ക് നല്ല ഫ്രഷ് കിളിമീൻ കിട്ടിയായിരുന്നു. നല്ല കിളിമീനായിരുന്നു കേട്ടോ. പലയിടത്ത് പല പേരാണ് പറയുന്നത്, പൊന്നാര എന്ന് പറയും. പിന്നെ ഞാനൊക്കെ പണ്ടൊക്കെ ഇതേപോലെ ചുമന്ന മീനെന്നായിരുന്നു ഈ മീനെ പറയുന്നത് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കറിയേക്കാളും കൂടുതൽ എനിക്ക് ഇത് ഫ്രൈ ചെയ്ത് തിന്നുന്നതാണ് ഇഷ്ടം. ഇന്നലെ ഞങ്ങൾ പിന്നെ ഫ്രൈ ചെയ്തിട്ട് ആയിരുന്നു കഴിച്ചത്. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ച് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു ഒഴിച്ചുകറിയും ആവുമല്ലോ. പിന്നെ സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു സംഭവം കൂടി എന്തെങ്കിലും കൂടി ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് കറി വെക്കുന്നു, ബാക്കി എടുത്തിട്ട് ഇതേപോലെ ഫ്രിഡ്ജിലോട്ട് എടുത്തങ്ങ് വെക്കുകയാണ്. അതിന് നാളെ വേണമെങ്കിൽ നമുക്ക് കറിയോ അല്ലെങ്കിൽ വറക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ചെടുത്തിട്ട്, ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അപ്പം കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഞാൻ വെട്ടിയൊക്കെ ക്ലീനൊക്കെ ചെയ്ത് എടുക്കുകയായിരുന്നു. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ സാധാ രീതിയിൽ മീൻ ക്ലീൻ ചെയ്യുന്നത് പോലൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ചെറിയ കിളിമീനായിരുന്നു നമുക്ക് കിട്ടിയത്. എങ്കിലും ഞാൻ ചിലതൊക്കെ ഇച്ചിരി എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇത്തിരി നീളമൊക്കെ ഉള്ളതിന് ഞാൻ ഇതേപോലെ രണ്ട് പീസാക്കി എടുത്താട്ടോ. പിന്നെ നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വടക്കംപുളി എടുത്ത് ഇതേപോലെ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മീൻ വെട്ടുന്നതിന് മുന്നേ എടുത്തങ്ങ് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പുളിയൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റാവുമല്ലോ. അതിനുശേഷം പിന്നെ ചട്ടിയൊക്കെ കഴുകി. നമ്മുടെ ഇവിടെ ഗ്യാസ് അടുപ്പേ ഉള്ളൂ, സാധാ അടുപ്പില്ല. അതുകൊണ്ട് നമ്മൾ ഗ്യാസ് അടുപ്പിലാണ് മീൻകറി വെക്കുന്നത്. അപ്പം ഒന്നല്ലേലും അടുപ്പിൽ വെക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ലേ കിട്ടണമെന്നില്ല ഗ്യാസിൽ വെക്കുമ്പോൾ. ഞാൻ പറഞ്ഞ ശരിയല്ലേ ഗൈസ്? അങ്ങനെ പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഇതേപോലെ ചട്ടിയൊക്കെ വെച്ച് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്, മുമ്പ് നമ്മൾ റിഫൈൻ ഓയിലായിരുന്നു ഉപയോഗിക്കുന്നത്, ഇപ്പം പക്ഷെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കടുകും പിന്നെ ഉലുവ, കടുക് പൊട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഞാൻ. പിന്നെ കടുകൊക്കെ പൊട്ടി
അതിനുശേഷം ഉലുവയൊക്കെ ഇട്ട് പിന്നെ ഉലുവ ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം സ്പൂൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എന്തേലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്പൂണോ അല്ലെങ്കിൽ വല്ല പാത്രങ്ങളോ ഒക്കെ പരതാൻ പോകുന്നത്. പിന്നെ ഞാൻ സ്പൂണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മറ്റേ ആ ഒരു ഉലുവ ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം തട്ടിയിടുക. പിന്നെയാണ് എന്താ പറയുക ഒന്ന് വഴന്ന് വരുന്ന ആ സമയം കൂടി ഞാൻ വിചാരിച്ച് നെല്ലിക്ക എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെബിനാച്ചനും അടുത്ത് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ സെബിനാച്ചനും ഒരു നെല്ലിക്ക എടുത്ത് കൊടുത്ത് സെബിനാച്ച അവിടെ നിന്ന് കഴിക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്നു. കുഞ്ഞൂന് ഞങ്ങൾ ഇച്ചിരി വായി വെച്ച് കൊടുത്തായിരുന്നു, പക്ഷെ അവൾ തുപ്പിക്കളഞ്ഞ് ആ ഒരു പുളി കൊണ്ട് വല്ലതും ആയിരിക്കാം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടായിരുന്നു നെല്ലിക്ക ഇരുന്നത്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടായിരുന്നു ഞാൻ മീൻകറിയുടെ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മീനൊക്കെ ഇട്ട് കേട്ടോ, മസാലയൊക്കെ ഇട്ട് മീനൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചെല്ലാം സെറ്റാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ മീനിൻ്റെ ഒരു പരുവായി വരുന്ന ആ ഒരു ദൃശ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വയ്ക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ അവിയലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഈ തെർമൽ റൈസ് കുക്കറിൽ നമ്മൾ അരി തിളപ്പിച്ച് ഇറക്കി വെച്ചേക്കുകയാണ്. അതൊരു ഇത്രയും കൂടി കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് നമ്മുടെ ചോറ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെന്താ പറയുക, അങ്ങനെ ഞാൻ ഇതൊന്ന് നല്ലതായിട്ട് തിളച്ച് ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് അവിടെ കിടന്ന് നല്ലതായിട്ടൊന്ന് സെറ്റാവട്ടെ. ആ ഗ്യാപ്പ് കൊണ്ട് ഞാൻ അവിയലിനും പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിക്കുകയാണ്. അതിനുശേഷം പിന്നെ അതും ഒന്ന് ഇച്ചിരി കുറച്ചിട്ടേക്കുകയാണ്. അത് നല്ലതായിട്ട് തിള വന്നു, അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയായിരുന്നു. ഇത് നമ്മുടെ ചൂടുവെള്ളമാണ്. ഞാൻ രാവിലെ തന്നെ ചൂടുവെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറുമ്പോഴേ ചൂടുവെള്ളം എല്ലാം ആക്കിങ്ങ് വെക്കും. പിന്നെ അങ്ങനെ അരപ്പൊക്കെ ഇട്ട് നമ്മുടെ അവിയലും റെഡിയായി. കുഞ്ഞിനെ ഓർത്താണ് ഞങ്ങൾ അവിയൽ വെക്കുന്നത് തന്നെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡെല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകണം. അപ്പം ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. അങ്ങനെ നമ്മുടെ മീൻകറിയും ചോറും അവിയലും എല്ലാം ഇങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ കണ്ടു നിൽക്കാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 2 കഷ്ണം മീനും പിന്നെ കുറച്ചല്ല അത്യാവശ്യം ഞാൻ മുളക് കറി ഒഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുളക് കറി എന്ന് പറഞ്ഞാൽ. ഞാൻ ആ ഒരു ചാറുണ്ടായാൽ തന്നെ ഞാൻ നല്ലതായിട്ട് ചോറ് കഴിക്കും. മീനില്ലേലും കുഴപ്പമില്ല, എനിക്ക് ഈ ചാറ് കിട്ടിയാൽ മതി, ഞാൻ നല്ലതായിട്ട് ചോറ് കഴിക്കും കേട്ടോ. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ എന്താ പറയുക, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ കുറച്ച് അവിയലും ഇച്ചിരി മീനും ഒക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ ഉരുളയാക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. അവിയലായാലും ചോറായാലും മീൻകറി ആയാലും ഒക്കെ ഭയങ്കര ചൂടായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരു ഉരുളയാക്കി ഞാൻ കഴിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടെ ടി വിയും കാണുന്നുണ്ടായിരുന്നു. ടി വിയിലൊരു നല്ല സിനിമ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ചോറൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെബിന ചേച്ചി എൻ്റെ അടുത്തിരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെന്താ ഒരിച്ചിരി മീനും കൂടി ഞാൻ കഴിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റായിരുന്നു. ആ കറി കിടന്ന മീനെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിരുന്നു. പിന്നെ നമ്മൾ അകത്തിരുന്നാണെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പുറത്തുനിന്നാണെങ്കിൽ ഭയങ്കര മഴ. അതുകൊണ്ട് എനിക്ക് പറയാൻ അവസരം തന്നില്ല, സെവിനാച്ചൻ തന്നെ പറഞ്ഞ്. അപ്പോൾ ഭയങ്കര മഴയുടെ ശബ്ദം കേട്ട് അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാവേ. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പുറത്തു നിന്ന് അതിനുശേഷം മഴയങ്ങ് നിന്ന്. അപ്പം ഞങ്ങൾ വെച്ച് മഴയൊക്കെ അല്ലേ, എന്തെങ്കിലും ഇച്ചിരി ചൂട് ചായയോ അല്ലെങ്കിൽ ചൂട് പലഹാരമോ എല്ലാം തിന്നാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വീടിനടുത്തായിട്ടാണെങ്കിൽ നടന്നു പോകുന്ന അത്ര ദൂരമുള്ള ഒരു മലയാളികൾ നടത്തുന്ന ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നല്ല ചൂട് പൊരിപ്പ് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന ആ ഒരു പലഹാരമില്ല, അതേപോലത്തെ ടേസ്റ്റാട്ടോ. അപ്പം നമ്മൾ അവിടെ പോയിട്ടാണെങ്കിൽ 4 സാധനങ്ങൾ മേടിച്ച്, പക്ഷേ 2 വെച്ച് മേടിച്ചാട്ടോ. ഒന്നെന്ന് വെച്ചാൽ മറ്റേ ഈ ചിക്കൻ, ഞാനിപ്പോൾ കഴിക്കുന്നത് എന്തോന്ന് വെച്ചാൽ മറ്റേ ചിക്കൻ ഉണ്ടല്ലോ, അത് ചിക്കൻ മസാല ഫില്ല് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അത് 2 മേടിച്ച്, അത് ഒരെണ്ണത്തിന് 20 രൂപയായിരുന്നു. പിന്നെ 2 ഉള്ളിവടയും മേടിച്ച് അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് ചായയൊക്കെ ഇട്ട് അങ്ങനെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ചായയും കുടിച്ച് ചൂട് പലഹാരങ്ങളൊക്കെ കഴിച്ചിരിക്കുവാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ മറക്കാതെ ചെയ്യണേ. കൂടെ ബെൽ
ബെല്ലൈക്കൺ കൂടെ നിൽക്കണേ. അപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനിയത്തെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.